ഒടുവിൽ സഞ്ജുവിന് ഓപ്പണറായി തന്നെ വഴി തുറന്നിരിക്കുന്നു. അതുപക്ഷെ 2020 വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയല്ല, പകരം അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചാണ് സഞ്ജുവിന് സ്ഥാനക്കയറ്റം നൽകാനൊരുങ്ങുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് ശേഷം എല്ലാ സർക്കിളുകളിലെയും ആദ്യ ചർച്ച സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ലോട്ടിനെ കുറിച്ചായിരുന്നു. പിന്നെ അത് ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചായി. ഗില്ലിനായി സഞ്ജുവിനെ മധ്യനിരയിലേക്കും പിന്നീട് ടീമിന് പുറത്തേക്കും ഇട്ടതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഗില്ലാണെങ്കിൽ കിട്ടിയ അവസരമൊട്ട് മുതലാക്കിയുമില്ല. മഴ തടസ്സപ്പെടുത്തിയ അവസാന 2020 മാത്രമാണ് അല്പമെങ്കിലും ടച്ചോടെ ഗിൽ ക്രീസിൽ നിന്നത്. മഴ തടസ്സപ്പെടുത്തിയ ആദ്യ മത്സരത്തിൽ ഗിൽ 20 പന്തിൽ 37 റൺസാണ് നേടിയത്. 9 ഓവർ മാത്രമാണ് കളി നടന്നത്. സഞ്ജു ടീമിലുണ്ടായിരുന്നെങ്കിലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. ഇന്ത്യ വൻ ബാറ്റിംഗ് തകർച്ച നേരിട്ട മെൽബണിലെ രണ്ടാം 2020 ഗില്ലിന്റെ സമ്പാദ്യം 10 പന്തിൽ 5 റൺസ് മാത്രം. അപ്രതീക്ഷിതമായി വൺ ഡൗണിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ സഞ്ജു പക്ഷേ നിരാശപ്പെടുത്തി. 4 പന്തിൽ വെറും 2 റൺസ് മാത്രം. എല്ലിസിന് വിക്കറ്റ് നൽകി സഞ്ജു മടങ്ങി. ആ ഒരൊറ്റ പിഴവിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. സ്വാഭാവികമായും മൂന്നാം 2020 സഞ്ജുവിന് സ്ഥാനമുണ്ടാവില്ലല്ലോ. ഹൊബാട്ടിൽ ഗിൽ വെറും 15 റൺസിന് പുറത്തായി. സഞ്ജുവിന് പകരമെത്തിയ ജിതേഷ് ശർമ്മ 13 പന്തിൽ 22 റൺസ് എടുത്ത് ഇന്ത്യയുടെ ചേസിംഗിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യ മത്സരം ജയിച്ചു. ഇതോടെ വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. കരാറയിൽ സഞ്ജു അതുകൊണ്ട് ചിന്തിക്കുക പോലും വേണ്ടല്ലോ. പതിവ് സ്ലോ ഇന്നിംഗ്സ് ആണെങ്കിൽ പോലും ഗിൽ 46 റൺസ് എടുത്ത് അന്ന് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി. ജിതേഷ് പക്ഷേ 5 റൺസ് മാത്രമെടുത്ത് നിരാശപ്പെടുത്തി. പക്ഷേ പേടിക്കണ്ട, പേര് സഞ്ജു സാംസൺ എന്നല്ലല്ലോ. അതുകൊണ്ട് അടുത്ത മത്സരത്തിലും ഇടമുണ്ട്. ബ്രിസ്ബെയിനിലും മഴ തടസ്സപ്പെടുത്തിയപ്പോൾ ആകെ 4.5 ഓവർ മാത്രമാണ് എറിഞ്ഞത്. 29 റൺസുമായി ഗിൽ പുറത്താവാതെ നിന്നു. ഒറ്റ മത്സരം മാത്രം കളിച്ച സഞ്ജുവിന്റെ സ്ഥാനം വീണ്ടും തുലാസിലായി. സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ നിന്ന് സ്വാഭാവികമായും ഒഴിവാക്കിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഗില്ലിന് വിശ്രമം അനുവദിച്ചേക്കുമെന്ന നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകനായ ഗില്ലിന് 2 ടെസ്റ്റും പിന്നീട് 3 ഏകദിനവും കളിക്കേണ്ടതും നയിക്കേണ്ടതുമുണ്ട്. അതിനുശേഷമാണ് 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര. വർക്ക് ലോഡ് കുറയ്ക്കാനായി ഗില്ലിന് വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതോടെ സഞ്ജു തന്റെ പ്രിയപ്പെട്ട പൊസിഷനായ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തും. സഞ്ജുവും അഭിഷേകും വീണ്ടും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കും. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിൽ തിരികെ എത്തിയേക്കും. എന്നാൽ 2020 ലോക കിരീടം നിലനിർത്താൻ ഈ പദ്ധതികളൊന്നും പോരാ. പ്രത്യേകിച്ച് 2 മാസം മാത്രമാണ് ഇനി ലോകകപ്പിന് ബാക്കിയുള്ളത് എന്നിരിക്കെ പുതിയ പരീക്ഷണങ്ങൾക്ക് സമയമില്ല. ഓപ്പണിംഗിൽ അഭിഷേക് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഏത് പിച്ചിലും ഏത് ബോളറെയും സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അഭിഷേക് നേരിടും. കുറെ പരമ്പരകളായി നമ്മളത് കാണുന്നതുമാണ്. അഭിഷേകിനൊത്ത പങ്കാളി സഞ്ജു ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും BCCIക്കും അജിത് അഗാർക്കറിനും ഗൗതം ഗംഭീറിനും അത് മനസ്സിലായിട്ടില്ല. സമീപകാലത്ത് സഞ്ജു നിറം മിങ്ങിയതാണ് ഗില്ലിനെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും സഞ്ജു മാത്രമാണ് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന ഏക പ്ലെയർ. മാത്രമല്ല 2020 കരിയർ പ്രകടനമെടുത്താലും ഗില്ലിനേക്കാളും കാതങ്ങൾ മുന്നിലുണ്ട് സഞ്ജു. ജയ്സ്വാളിന്റെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും പേരുകളാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് സജീവ ചർച്ചയായി പിന്നെ വരുന്നത്. ഇനി അന്താരാഷ്ട്ര 2020 ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇവരുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. സഞ്ജു ഓപ്പണറായി 17 ഇന്നിംഗ്സുകളാണ് നീലക്കുപ്പായത്തിൽ കളിച്ചത്. ആകെ റൺസ് 522, ശരാശരി 32.6, സ്ട്രൈക്ക് റേറ്റ് 178, ഉയർന്ന സ്കോർ 111, 3 സെഞ്ചുറി, ഒരു പൊലിമയ്ക്ക് ബെസ്റ്റ് T20 ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും. ഇനി ഗില്ലിലേക്ക് വരാം. ആകെ ഇന്നിംഗ്സ് 32, ഏകദേശം സഞ്ജുവിനേക്കാൾ ഇരട്ടി. റൺസ് 817, ശരാശരി 29.2, സ്ട്രൈക്ക് റേറ്റ് 139.2, ഉയർന്ന സ്കോർ 125, സെഞ്ചുറി 1. എന്താലേ. ഇനി ജയ്സ്വാളിന്റെ കണക്ക് നോക്കാം. 22 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ നേടിയത് 723 റൺസാണ്. ശരാശരി 36.2, സ്ട്രൈക്ക് റേറ്റ് 164.3, ഉയർന്ന സ്കോർ 100, ഒരു സെഞ്ചുറി. ഇനി ഋതുരാജ് ഗെയ്ക്വാദിൻ്റേത്. ആകെ ഇന്നിംഗ്സ് 16, അതിൽ 500 റൺസ് നേടി. ശരാശരി 38.5, സ്ട്രൈക്ക് റേറ്റ് 140.3, ഉയർന്ന സ്കോർ 123, ഒരു സെഞ്ചുറി. 2020 3 തവണയാണ് ഇന്ത്യ 250 മുകളിൽ സ്കോർ ചെയ്തത്. അതിൽ 2ലും സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഒറ്റ വരിയിൽ ഏകദിന ക്രിക്കറ്റിലെ സ്റ്റാറ്റ് കൂടി പറയാം. 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 510 റൺസ്. ശരാശരി 56.7, സ്ട്രൈക്ക് റേറ്റ് 99.6. ഇന്ത്യക്കായി അവസാനം ഏകദിനത്തിൽ കളിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ. അന്ന് സെഞ്ചുറി നേടി കളിയിലെ താരവുമായി. അത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷമാകുന്നു. പിന്നെ പരിഗണിച്ചിട്ടേയില്ല. സോഷ്യൽ മീഡിയയിൽ ചില ഹേറ്റേഴ്സ് പറയും പോലെ കുഞ്ചു ഫാൻസ് കളിക്കുകയോ കേരനിര ഫാൻ ആവുകയോ അല്ല, കണക്കുകൾ വെച്ചാണ് പറയുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഗില്ലിന് വിശ്രമം അനുവദിക്കുമ്പോഴല്ല സഞ്ജുവിനെ കളിപ്പിക്കേണ്ടത്.
മെറിറ്റ് വെച്ച് തന്നെ നിങ്ങൾ അവന് സീറ്റ് കൊടുക്കണം.